പിണറായി വിജയന്റെ ഭരണത്തിൽ അഴിമതി ആരോപണങ്ങൾ ഇല്ലാത്ത ദിവസങ്ങൾ കുറവാണ്. എന്നും എന്തെങ്കിലുമൊക്കെ അഴിമതികൾ ചെയ്താലേ ഉറക്കം വരൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരും. എല്ലാത്തിലും കൈയിട്ട് വാരി മതിയാകാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പെട്ടവരുടെ ഭവന നിർമ്മാണത്തിലും കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടക്കാൻ പോവുകയാണ്. സാധാരണയായി ഒരു വീട് നമ്മുടെ കേരളത്തിലൊക്കെ പണിയുമ്പോഴത്തേനും 1400 രൂപയൊക്കെയാണ് ഒരു സ്ക്വയർ ഫീറ്റിനൊക്കെ ആവാറുള്ളത്. അത്യാവശ്യം നല്ലൊരു മികച്ച വീട് നിർമ്മിക്കാൻ സ്ക്വയർ ഫീറ്റിന് 1700 2000 രൂപയൊക്കെ ചെലവിട്ടാൽ മതി. 1800 രൂപ സ്ക്വയർ ഫീറ്റിന് ചെലവിട്ടാൽ നല്ലൊരു അടിത്തറയിൽ 2 നില വീട് തന്നെ വേണമെങ്കിൽ നിർമ്മിക്കാം. സ്ക്വയർ ഫീറ്റിന് 2000 രൂപയൊക്കെ നൽകിയാൽ ഫർണിഷിംഗ് പോലും ചെയ്തു നൽകുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. സാധാരണഗതിയിൽ കേരളത്തിലെ കണക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണ ചെലവ് ഈ കണക്കുകളെല്ലാം വെല്ലുന്നതാണ്. സ്ക്വയർ ഫീറ്റിന് 3000 രൂപയാണ് സർക്കാർ നിശ്ചയിക്കുന്നത്. എങ്ങനെ പോയാലും സ്ക്വയർ ഫീറ്റിന് 2000 രൂപയ്ക്ക് മുകളിൽ പോകാത്ത പണിക്കാണ് ഈ നിരക്ക് നിശ്ചയിക്കൽ. ടെൻഡർ ഇല്ലാതെ കരാർ എല്ലാം നൽകുന്നത് ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും മേൽനോട്ടം കിഫ്ബിയുടെ സംവിധാനത്തിനും. അതായത് ഊരാളുങ്കലിന് കോളടിക്കും വിധമാണ് പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകളുടെയൊക്കെ ഒരു പോക്ക്. ഇതോടെ പ്രതിസന്ധിയിലായത് സ്പോൺസർമാരാണ്. വലിയ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് വേണ്ടിയാണ് ടൗൺഷിപ്പ്. ഇതിനിടയിലും നിർമ്മാണ കമ്പനിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഓണത്തിനിടയിലെ പുട്ടുകച്ചവടം എന്ന പഴമൊഴിക്ക് സമാനമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നിശ്ചിത മാനദണ്ഡങ്ങളുമായി ടെൻഡർ വിളിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ടെൻഡർ വിളിച്ചാൽ കുറഞ്ഞ തുക കോട്ട് ചെയ്തവർക്ക് അത് നൽകാം. ഇത് സ്പോൺസർമാർക്കും ഖജനാവിനും എല്ലാം ആശ്വാസമായി മാറുമായിരുന്നു. കൃത്യമായ മേൽനോട്ടത്തിലൂടെ വീട് നിർമ്മാണത്തിലെ നിലവാരവും ഉറപ്പിക്കാൻ കഴിയുമായിരുന്നു. ഇതിനു പകരം ഏകപക്ഷീയമായി 3000 രൂപ സ്ക്വയർ ഫീറ്റിലെ നിർമ്മാണമാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത്. ഓഗസ്റ്റ് 29 ചേർന്ന സർവകക്ഷി യോഗത്തിൽ 1000 ചതുരശ്ര അടി വീട് 16 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിക്കാമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചത്. ഒരെണ്ണത്തിന് 8.1 ലക്ഷം രൂപ കണക്കാക്കിയാണ് വീടുകളുടെ എണ്ണം പ്രഖ്യാപിച്ചത് എന്നറിയിച്ച സ്പോൺസർമാർ 16 ലക്ഷം രൂപയ്ക്ക് ആയാലും എണ്ണം കുറയ്ക്കില്ലെന്ന് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിർമ്മാണ ചെലവ് 30 ലക്ഷത്തിലേക്ക് എത്തിയതോടെ വീടുകളുടെ എണ്ണം കുറയുമോ എന്ന ആശങ്കയുമുണ്ട് എന്നതാണ് വിലയിരുത്തൽ. ഭാവിയിൽ 2ാം നില നിർമ്മിക്കാനുള്ള സൗകര്യത്തോടെ ഒറ്റ നിലയിൽ 1000 ചതുരശ്ര അടി വീട് എന്നതായിരുന്നു സർവകക്ഷി യോഗത്തിൽ സർക്കാർ അറിയിച്ചത്. ഒരു ചതുരശ്ര അടി നിർമ്മിക്കാൻ നാട്ടിലെ സാധാരണ നിരക്കായ 1600 രൂപയൊക്കെ കണക്കാക്കി. വീടിന്റെ നിർമ്മാണ രീതി മാറാതെ തന്നെ ചെലവ് ചതുരശ്ര അടിക്ക് 3000 രൂപയിലേക്ക് ഉയർന്നു എന്നതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം. ഇത് എന്തുകൊണ്ടാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല. ഊരാളുങ്കലിന് വേണ്ടിയാണ് എന്നതാണ് സംശയം. ഭാവിയിൽ സ്ക്വയർ ഫീറ്റിന് 4000 ഒക്കെയായി തുക ഉയരാനും സാധ്യതയുണ്ട്. 100 വീട് വീതം വാഗ്ദാനം ചെയ്ത കോൺഗ്രസും മുസ്ലിം ലീഗും NSSഉം കർണാടക സർക്കാരും ഇതിനായി 30 കോടി രൂപ വീതം കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം മുഖ്യ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ ആരും വീടിന്റെ എണ്ണം സംബന്ധിച്ച് ഉറപ്പു നൽകിയില്ല. ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ 4 ഏജൻസികൾ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഏകദേശ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് എന്നാണ് സർക്കാർ പറയുന്നത്. നിർമ്മാണം നടത്തുന്ന ഏജൻസി വിശദ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ ചെലവ് കുറഞ്ഞേക്കാമെന്നും സർക്കാർ പറയുന്നുണ്ട്. എങ്കിലും 3000 രൂപയിൽ നിന്നും വലിയ കുറവ് അവർ വരുത്താനും ഇടയില്ല. സ്പോൺസർമാർ എല്ലാവരും തന്നെ നേരിട്ട് വീട് നിർമ്മിച്ച് നൽകാനാണ് താല്പര്യം അറിയിച്ചത്. എന്നാൽ സർക്കാർ വഴി മാത്രമേ നിർമ്മിക്കാനാകൂ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് എല്ലാ വീടും ഊരാളുങ്കൽ തന്നെ നിർമ്മിക്കണമെന്ന് ഉറപ്പിക്കുകയാണ് സർക്കാർ.